ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream. നാഗരാജാവേ, നാഗരാജ, ഇദ്ദേഹം എന്റെ ഭർത്താവാണ്. എന്നെ വിധവയാക്കരുത്. എന്നെ സുഗംബലി വാച്ചൊക്കെ കെട്ടിട്ട് പാമ്പ. പാമ്പ് ആദ്യം നാക്ക് വിഷമുള്ള പാമ്പാണ്, കടിക്കും. നിങ്ങൾ കല്യാണം കഴിച്ച് കണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അങ്ങനെയാണോ? അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഒരു ഒറ്റ അടി കൊടുക്കും. കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചോടെ. അടിക്കും. വിദേശ രാജ്യം ചെന്നൈയിൽ നിന്ന് പ്രത്യേകിച്ച് മേഘനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നതായത്. ദേശായി കുടുംബത്തിന്റെ ജാമാണത്. കണ്ടിട്ട് ഭയങ്കര നൊസ്റ്റാൾജിക്. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പണ്ടത്തെ പോപ്പിക്കൂടെ മോഡലാണ്. പോപ്പി അല്ല, മഴമഴ ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. ഇത് അടുത്ത സ്റ്റോക്ക്. വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച എന്തൊരു പ്രണയ വിവാഹമൊക്കെ. അത് അന്ന് രസകരമായിരുന്നു. ചേച്ചി കേക്കണ്ട ചേച്ചി. കുറെ ഉണ്ട്, അടുത്തടുത്ത് പറയാം. ഞാൻ ആക്ച്വലി തമിഴില് ഒരു 100 എപ്പിസോഡിന് ശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ചന്ദനമഴയുടെ തന്നെ തമിഴ് അതാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഗോട്ട് എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് അർജുൻ ദേശായി ചേട്ടനല്ലേ വിജയുടെ ടീം മെമ്പർ ആയിട്ട് നിൽക്കുന്നത്? വിജയ് സാർ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര നിർബന്ധിച്ച് വാശി പിടിച്ച് ചോദിച്ച് മേടിച്ചതാണ്. പക്ഷെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. വിജയ് സാറുമായിട്ട് ഫൈറ്റ് ഞാൻ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. വളരെ ചുരുങ്ങിപ്പോയി എഡിറ്റിങ്ങില്. ചന്ദനമഴയിലെ നമ്മുടെ സ്വന്തം അർജുൻ ദേശായി ചേട്ടനും അമൃത അർജുൻ ദേശായിയുമാണ് നമ്മുടെ കൂടെയുള്ള. വെൽക്കം ദം സുബ്രഹ്മണ്യൻ ചേട്ടൻ. യെസ്, ഹായ് മേഘ്ന, ഹൗ ആർ യു? ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും കൂടെ ആദ്യമായിട്ടാണ് ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുന്നത്. സോ ആ ഒക്കേഷൻ തന്നെ ഹണി സ്പെഷ്യൽ കേക്കിന്റെ പാലാരിവട്ടത്തുള്ള കഫേയിലാണ് നമ്മളുള്ളത്. സോ നമുക്ക് വേണ്ടി കുറച്ച് സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ചോദിക്കട്ടെ, ഷുഗർ ഉണ്ടോ രണ്ടുപേർക്കും? മധുരമുണ്ട്, നാവില് സംസാരത്തിൽ. അതെനിക്ക് തോന്നി. അപ്പൊ നമുക്ക് മധുരം കഴിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങിയാലോ? ഏത് ശുഭകാര്യങ്ങൾക്ക് മുമ്പ് മധുരം കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ചീസ് കേക്ക് ഉണ്ട്, ഹണി കേക്ക് ഉണ്ട്, സ്ട്രോബെറി ട്രൈമൂസ് കേക്ക് ഉണ്ട്. സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അപ്പോ ഞാൻ ആദ്യം തന്നെ അങ്ങ് കഴിച്ചു. സൂപ്പർ. കേക്കാണോ ഐസ്ക്രീം ആണോ എന്ന് മനസ്സിലാവണില്ല. ശരി, അപ്പൊ മധുരം നിറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് അങ്ങ് കടക്കാം. സോ പറയുന്നല്ലേ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി സാധനം ഇരിപ്പുണ്ടാവും. ചേട്ടന്റെ ഒരു പേഴ്സണൽ കാര്യം, ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ അവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. ചേട്ടന്റെ കല്യാണം. ചേട്ടൻ ഈ അർജുൻ ദേശായി പോലെ പാവമാണെന്ന് വിചാരിക്കുന്ന ചേട്ടൻ ഒരു വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച എന്തൊരു പ്രണയ വിവാഹമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരന്റെ പെങ്ങളാ, സിസ്റ്റർ. അത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. സോ എത്ര രസകരമായിരുന്നു? ഞങ്ങൾക്കാണ് രസകരം, ചേട്ടന് രസകരമായിരുന്നു. അത് അന്ന് രസകരമായിരുന്നു. അത് എൻ്റെ ഡിയർ മോസ്റ്റ് ഫ്രണ്ടിന്റെ അനിയത്തിയായിരുന്നു. ഈ പ്രണയം ഉണ്ടാക്കിയത് അവളെ ഉള്ളിൽ അവൻ തന്നെയാണ്. അവന് പോയി പറയുന്നതാണ്, സുബ്രു ഇങ്ങനെയാണോ, സുബ്രു ഭയങ്കര ഇത്. അവൻ്റെ അമ്മയും ഇവനും ചേർന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഇവള് കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അവന് വന്നിട്ട് ഞാൻ എപ്പോഴും എവറി സൺഡേ ഞങ്ങൾ രണ്ടുപേരും സിനിമയ്ക്ക് പോകും. ഇവൻ ഒരിക്കൽ വിളിച്ചിട്ട് എടാ 3 ടിക്കറ്റ് എടുക്കുന്നു. എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അനിയത്തിയും പറഞ്ഞോളൂ. ഞാൻ അത് മോശമാടാ, നീ വേണമെങ്കിൽ നിങ്ങൾ 2 പേര് ചെല്ല്, നീ അവളുമായിട്ട് പോകുന്നത് ശരിയല്ലടാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അവൾക്ക് എൻ്റെ മേൽ ഭയങ്കര റെസ്പെക്റ്റ് കൂടി. ഇപ്പോഴും അവൾ പറയും, നീ അന്ന് ടിക്കറ്റ് എടുത്തെങ്കിൽ നമ്മൾ കണ്ട ആദ്യ സിനിമ. മനസ്സിലായത് റെസ്പെക്ട് കൂടാൻ വേണ്ടി ചേട്ടൻ മാക്സിമം ഇറക്കിയ ഒരു നമ്പറാണ്. കുറെ ഉണ്ട്, അടുത്തടുത്ത് പറയാം. ഈ ചന്ദനമേള നടക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഒരാൾ ഐ ലവ് യു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ചേട്ടന്റെ റിപ്ലൈ എന്തായിരിക്കും? എങ്ങനെ പറയും? ലവ് യു ടു പറയും. അതിനുശേഷം വേറെ ഒന്ന് വന്നാൽ ലവ് യു 3, ലവ് യു 4, ലവ് യു 5. എന്നെ ചേട്ടാ കല്യാണം കഴിക്കാമോ എന്ന്. ഞാനല്ല,
അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ അവർ അങ്ങനെ ചോദിക്കും, ആരെങ്കിലും ചോദിക്കും. ഒരു കുടുംബത്തിനെ ചതിച്ചിട്ട് കല്യാണം കെട്ടിക്കാൻ ഒരു സ്ത്രീയും അങ്ങനെ ഉണ്ടാവില്ല ലോകത്തിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പൊ മേഘനയും നിങ്ങളുടെ പേര് ഭയങ്കര ഹിറ്റായിരുന്നു. സോ നിങ്ങൾ കല്യാണം കഴിച്ച് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അങ്ങനെയാണോ എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിരിക്കാം മേ ബി. ഇപ്പോൾ ഇങ്ങനെ സ്നേഹിക്കുന്ന അമ്മമാരെ കുറിച്ച് പറഞ്ഞല്ലേ, അപ്പോൾ അവിടെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ഒറ്റ അടി കൊടുക്കും. കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചോടെ ഞാൻ എന്ത് ചെയ്യാണ്. ഞാൻ അപ്പോൾ അമ്മച്ചി തൊഴും പ്രാർത്ഥിക്കൂല, ഞാൻ പറഞ്ഞിട്ട് പോകും. സുബ്രണ്ണൻ്റെ അടുത്ത് മാത്രമല്ല, ഇപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാലു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷാലുവും ഞാനും കൂടെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാനും അവനും കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓടി വന്നിട്ട് മോളേന്ന് പറഞ്ഞിട്ട് ഇവൾക്കൊരു അച്ചടി വെച്ച് കൊടുക്കും. അങ്ങനെ അടിക്കൊക്കെ ചെയ്യും. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ സ്നേഹം കിട്ടിയതുപോലെ. പറയാൻ പറ്റാതെ അടികൾ കിട്ടിയിട്ടുണ്ട് അമ്മച്ചിയെടുത്ത് ചില അമ്മച്ചിമാർ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു സർപ്രൈസ് തരാൻ പോവുകയാണ്. ആ സർപ്രൈസ്, ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സോ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ലോഞ്ച് ചെയ്ത് തരണം. റെഡി അല്ലേ? ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളുടെ ഇന്റർവ്യൂവിൽ. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. വായിച്ചെടുത്ത് ഇതിനൊരു എക്സ്ട്രാ പേയ്മെന്റ് എനിക്ക് തരണതൊന്നും തന്നിട്ടില്ല. എക്സ്ട്രാ പേയ്മെന്റോ? അപ്പൊ പേയ്മെന്റ് ഉണ്ടോ? ഇതറിഞ്ഞില്ലല്ലോ ഞാന്. അമീന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ കാര്യമാണ്. അല്ലേ, നമ്മൾ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. സന്തോഷമല്ലേ നിങ്ങൾക്ക്? പിന്നെ ഭയങ്കര സന്തോഷം. ഓക്കേ, സോ യെസ്, ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ചെന്നൈയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നത് വിദേശ രാജ്യത്ത്. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? കറണ്ട് വന്നു, അതൊക്കെ പോട്ടെ. ഇപ്പൊ ഒരു കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയി വന്നപ്പോഴേക്കും ഇവിടെ ഇതിനകത്ത് എന്റെ മാത്രം കേക്ക് ഔട്ടിരിപ്പുണ്ട്, നിങ്ങളുടെ കേക്ക് രണ്ടും. നിങ്ങൾ ഇത് എന്ത് കഴിച്ചിട്ട് അത് വെച്ചാൽ അവിടെ 2 സ്പൂൺ. അതാണ് താങ്കളുടെ. അല്ല, ഞാൻ പറയട്ടെ, ഇത്രയും പേര് ഇവിടെ ഉണ്ട്. ഈ കേക്ക് പോയ കാര്യം ആരും മിണ്ടിയിട്ടില്ലേ. കറണ്ട് വന്നപ്പോ ഓർഡർ കണ്ടിട്ട് അവരെന്നോട്ട് പറയാ കേക്ക് മിസ്സിംഗ് ആണെന്ന്. ടിഷ്യൂ കേക്ക് കഴിച്ച് തുടച്ചതായിരിക്കും. മേഘനെ കൈ തുടയ്ക്കാൻ കൊടുത്തതാ, പുള്ളി വായി തുടച്ചിട്ട്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിനു ശേഷം അപ്പോ ഇവിടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ചേട്ടനും ഒന്നും കണ്ടിട്ടില്ല, ചേട്ടന്റെ കയ്യിലാണ് പ്രൊഡക്റ്റ്. ഞാൻ വിദേശ രാജ്യം ചെന്നൈയിൽ നിന്ന് പ്രത്യേകിച്ച് മേഘനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് തന്നതായത്. പിടിച്ചോ. ഓക്കെ, അപ്പൊ ഇത് പിടിക്കാറില്ല. എന്താണ് അമ്മ വന്നപ്പോ തൊട്ട് ചോദിച്ചു. ഇതിനുമായിട്ട് നമുക്ക് ഇത് ലോഞ്ച് ചെയ്തതിന് വേണ്ടി അമീനിന്റെ പേയ്മെന്റ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു. ഓ, ജാം. വർഷ ജാം. എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിച്ചൊരു ഫീൽ കിട്ടുന്നുണ്ടോ? സത്യം കണ്ടിട്ട് ഭയങ്കര ദേശായി കുടുംബത്തിന്റെ ജാമാണത്. നിങ്ങൾ പോയത് മറന്നുപോയൊരു സാധനം ഞാൻ കഷ്ടപ്പെട്ട് തേടി പിടിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്ന് ലോഞ്ച് ചെയ്ത ഞങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്ക് തന്നതാണ്. അതിന്റെ അകത്ത് ഞാൻ ഓർഗാനിക് ആയിട്ട് ചെയ്തതാണ്. സൂചി ഇട്ട് വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്, അതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഷോർട്ട് ബൈ ഷോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എങ്ങനെയായിരുന്നു അത് തപ്പി അത് ഇട്ടതും? ഇല്ലല്ലോ, അത് ആക്ച്വലി വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഹെവി മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സൂചി ഉണ്ടെങ്കിൽ അത് വന്നോളും, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളും. അടിയിലാണെങ്കിലും പൊങ്ങി വന്നു. അല്ല, നമ്മള് കുറച്ച് മുകളിലേക്ക്. മേഘനയുടെ അമ്മ ഇപ്പൊ കൂടെ വന്നിട്ടുണ്ട്. അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു മകൾ ഇങ്ങനെ സീരിയലിൽ ഭയങ്കര അറിയപ്പെടണമെന്നുള്ള. അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അകത്തൊരു ടാലന്റ് ഉണ്ട്, അതൊന്ന് നല്ല രീതിയിലൊന്ന് മിനുക്കി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവണം എന്നെനിക്ക് തോന്നി. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല അമ്മയുടെ അടുത്ത്. പിന്നെ എന്താന്ന് വെച്ചാല്, ഞാൻ കുട്ടിക്കാലം തൊട്ട് അമ്മയുടെ ഒരു ഷൂട്ടിന്റെ കൂടെ ഞാൻ പോയതാ. ആക്ച്വലി ഒരു 5ാമത്തെ വയസ്സിൽ അമ്മ ആക്ച്വലി സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ അമ്മയുടെ കൂടെ ചുമ്മാ ഷൂട്ട് കാണാൻ വേണ്ടി പോയതാ. അവിടെ നിന്നാണ് എന്റെ ഫസ്റ്റ് എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ പണ്ടത്തെ പോപ്പിക്കൂടയുടെ ആഡിന്റെ മോഡലാണ്. അല്ല, മഴ കൂടെ പോപ്പിക്കൂടെ ഡങ്കി ഇങ്ങനെ. അപ്പൊ അതിന്റെ ഒരു മോഡലായിട്ട്, അങ്ങനെ പോപ്പിക്കൂടയുടെ മോഡലായിട്ടാണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ അമ്മയിലൂടെയാണ് എന്റെ ഈ ഫീൽഡിലേക്കുള്ള എൻട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പറയാറുണ്ട്, ഓ ഏത് നേരത്താണോ പോപ്പിക്കൂടെ ചെയ്യാൻ പോയത്. അല്ലെ,
അമ്മയുടെ കൂടെ അങ്ങനെ വെറുതെ ഇല്ല ചുമ്മാതാട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടോണ്ടാണല്ലോ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ നിൽക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ ടാസ്ക് തന്നോട്ടെ അമൃതയ്ക്ക്. ടാസ്ക് പറ്റില്ല എന്ന് പറയരുത്. പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നിർബന്ധിപ്പിച്ച് സുൽസാർ ചെയ്യുന്ന പോലെ ചെയ്യിപ്പിക്കണം. ഇത് നിങ്ങൾ എല്ലാവരും ട്രാപ്പിലാക്കിയല്ലോ. ശരി, എന്താന്ന് നോക്കട്ടെ, നമുക്ക് ചെയ്യാം. പാമ്പിനെ കാണുമ്പോൾ ഉള്ള ഒരു സീനുണ്ട്, അരുത് നാഗരാജാവേ എന്ന് പറയുന്ന ഒരു സീൻ. ആ സീൻ നമ്മൾ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇതാണോ പാമ്പ്? പാമ്പ് അതാ ഈ തലയിലൊക്കെ ഇതുള്ളതുകൊണ്ട് ചെറിയൊരു മുടി അങ്ങനെ തന്നെ. ഡയലോഗ് ഓർമ്മയുണ്ടോ? എനിക്ക് ഡയലോഗ് ഓർമ്മയില്ല. അല്ല അടുത്ത് എനിക്ക് എന്തെങ്കിലും വെച്ച് കാണും അതിന്റെ. അരുത് നാഗരാജാവേ അരുത്. ഒരാരും പ്രോംപ്റ്റ് ചെയ്ത് പ്രോംപ്റ്റിംഗ് വേണം, പ്രോംപ്റ്റിംഗ് കൊടുക്കണം. അരുത് നാഗരാജാവേ അരുത്, ഇദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്, ഇതെന്റെ ഭർത്താവാ, എന്നെ വിധവയാക്കരുത്, സുമംഗലി ആയിരിക്കും, എന്നെ അനുഗ്രഹിക്കണം, എന്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. ഇത്ര വലിയ ഡയലോഗ് അല്ല മലയാളം പഠിച്ചോണ്ട് ചെയ്യണോ വേണോ? നോക്കട്ടെ, അങ്ങനല്ല ഇങ്ങനെ വാച്ചൊക്കെ കെട്ടിട്ട് നാക്ക് ചെയ്യണോ? ചുമ്മാ കൈ കാണിക്കുന്നത് എന്താ? അതായത് പാമ്പ് നാമ പുറത്തിടുന്നില്ല. ആക്ഷൻ. പാമ്പ് ആദ്യം നാക്ക് പുറത്ത് പറഞ്ഞ വിഷമുള്ള പാമ്പാണ്, കടിക്കും. ഈ പാമ്പിനെ കണ്ടിട്ടേ നമ്മൾ അടിച്ചാലും ഇനി ഞാൻ ഈ പാമ്പിന് വാള് വെച്ച് കൊള്ളി. പറയട്ടെ, അരുത് നാഗരാജാവേ, നാഗരാജ, ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ്, ഇദ്ദേഹത്തെ ഉപദ്രവിക്കരുത്, എന്നെ വിധവയാക്കരുത്, സുമംഗലി ആയിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭർത്താവിനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, പിന്നെ വേറൊരു സംഭവം, ഈ സീരിയലിൽ ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ കരഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അമൃതയായിരിക്കും. ഗ്ലിസറിൻ ഇട്ട് കണ്ണൊക്കെ പഴുത്തൊരു വിധമായിട്ടുണ്ട്. ഈ സീരിയലിന് വേണ്ടിയിട്ടായിരുന്നു ഗ്ലിസറിനൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു? അല്ല, അതിന് മുൻപ് സീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ഗ്ലിസറിൻ എന്ന് പറയുന്നതുകൊണ്ട് പറയണം കേട്ടോ. നമ്മളിപ്പോൾ ഒരു സീന് നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ അത് ഒറ്റ ഷോട്ട് പോകുന്ന, മോസ്റ്റ്ലി നമുക്ക് ഒറ്റ ഷോട്ട് പോകുന്ന സീൻസ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്ലിസറിൻ ഇട്ടെന്ന് പറഞ്ഞ ആദ്യത്തെ ഒരു ഡ്രോപ്പ് വേണമെങ്കിൽ ഗ്ലിസറിൻ ഇട്ടുകൊണ്ട് വരുമായിരിക്കും. പിന്നത്തെ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ നിന്ന് കരയുന്നത് തന്നെയാണ്. അതങ്ങനെ ഫുൾ ഗ്ലിസറിൻ ഇട്ടുകൊണ്ട് ഇങ്ങനെ കൊടകൊടകൊടകൊടന്ന് പറഞ്ഞ് ഒഴുകി വരത്തില്ല. ഇവളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ ഡയലോഗ് പറയുമ്പോൾ തന്നെ ഇവള് കരഞ്ഞു തുടങ്ങും. നീ ഇങ്ങനെ കരഞ്ഞു സീൻ ഓർമ്മയുണ്ടോ? അങ്ങനെ ഭയങ്കര ആ ചേട്ടൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കും. ചേട്ടനല്ലോ കേട്ടോ, ഞാന് അത് ഇവള് കിടക്കുമ്പോ ഞാൻ കരഞ്ഞത്. അത് അർജുൻ ഇങ്ങനെ കിടക്കുന്ന അങ്ങനത്തെ ഒരു സീൻ ട്രോളായിരുന്നു. ട്രാൻസ്ഫർ ചെയ്യാതെ എങ്ങനെ സ്കൽ ഓപ്പറേഷൻ ചെയ്തെന്ന് ആ സമയത്തേക്ക്. അതെ, പിന്നെ ചേട്ടൻ ഇതുപോലെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു സീരിയസ് ആയിട്ട്. അപ്പൊ അതുപോലെ ആ സീനിലൊക്കെ ഡയലോഗ്സും കാര്യങ്ങളും അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കരച്ചിൽ വരും. ഒന്നാമത് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരിയാവും. നമ്മുടെ ആൾക്കാരാണ് ഇത്ര ഇതായിട്ട് സംസാരിച്ചിട്ട് ഒരാൾ കിടക്കുമ്പോൾ. പിന്നെ ആംബുലൻസ് ഇപ്പൊ ഞാനല്ല കേട്ടോ കരഞ്ഞ, ആംബുലൻസിൽ നിന്ന് ഇങ്ങനെ ഈ പഞ്ഞിയൊക്കെ വെച്ച് കെട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇറക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ എല്ലാവരും കരഞ്ഞു. ചേട്ടനൊക്കെ ഉള്ളിൽ കിടന്ന് അപ്പൊ ഇവരെല്ലാം കരയും. ഞാൻ ആക്ച്വലി നമുക്കത് ഭയങ്കര വിഷമം തോന്നും. കാരണം നമുക്ക് അത്രയും എത്രയൊക്കെന്ന് പറഞ്ഞാലും നമ്മളൊരു ഫാമിലി പോലെ പൊക്കോണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അവിടെ നിൽക്കാനേ തോന്നൂല. അത് പറഞ്ഞപ്പോഴാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് അത് ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്തപ്പോൾ തന്നെ ഓക്കെ അർജുൻ ദേശായി ചേട്ടനല്ലേ വിജയുടെ ടീം മെമ്പറായിട്ട് നിൽക്കുന്നത് എന്നുള്ള സംഭവം നോട്ട് ചെയ്തു. പിന്നെ അതിന്റെ ട്രോളും കുറെ വന്നു. അർജുൻ ദേശായി ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും ജോലിയൊക്കെ ഉപേക്ഷിച്ച് സാറ്റ്സിൽ ജോയിൻ ചെയ്തേക്കുന്നു, ഇപ്പൊ അങ്ങനെയാണെന്നൊക്കെ അങ്ങനത്തെ ട്രോളും കാര്യങ്ങളും. സ്പെഷ്യൽ ആന്റി ടെററിസം സ്ക്വാഡിൽ അർജുൻ ദേശായി ചേർന്ന് അതിനും പിന്നെ മറ്റേ പരസ്പരത്തിന്റെ ഗായത്രിയും വരുൺ വെച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു അവരവരുടെ കമന്റ്സിൽ. വെങ്കട് പ്രഭു സാറിന് എൻ്റെ ചേട്ടൻ്റെ സുഹൃത്താണ്. ഇപ്പം ഞാൻ മലയാളത്തിൽ മൈത്രി എന്നൊരു സിനിമ ചെയ്ത്
പിന്നെ ആക്രി കല്യാണൻ കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഒരു സിനിമ ചെറിയ ഒരു കഥയുടെ നായകനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും ഞാൻ ചെയ്തപ്പോൾ തന്നെയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിയിലേക്ക് എത്തിയത്. അപ്പോൾ തമിഴിൽ നമുക്ക് വിജയ് സാറും രജനികാന്ത് സാറുമായിട്ട് സിനിമകൾ ചെയ്താൽ അപ്പോൾ അതെനിക്ക് മലയാളത്തിൽ ഒരു നല്ല ഇമ്പാക്റ്റ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എനിക്ക് ഇവിടെയും വന്നിട്ട് ലാൽ സാറിൻ്റെ സിനിമയോ മോഹൻലാൽ സാറോ മമ്മൂക്ക സാറിൻ്റെ സിനിമയിലോ നമുക്ക് കയറണമെങ്കിൽ ഈ ചന്ദനമഴൻ പറയുന്ന ആ വിസിറ്റിംഗ് കാർഡ് മാത്രം മതിയാവുന്നില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ലാലേട്ടനോടൊപ്പം മമ്മൂക്കയൊപ്പം ഫഹദ് ഫാസിൽ ഇവരോടൊപ്പം അഭിനയിക്കണം. പക്ഷേ നമുക്ക് എളുപ്പമായിട്ട് എനിക്ക് കിട്ടിയ വഴിയെന്ന് വെച്ചാൽ അവിടെ തമിഴിൽ കിട്ടിയായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്ത് അപ്പോൾ ഞാൻ ചേർന്ന് വെങ്കട് പ്രഭു സാറിനെ വിളിച്ച് ഒരുപാട് ബുദ്ധിമുട്ടിച്ചപ്പോൾ പുള്ളി വന്നിട്ട് ഓക്കെ സുബ്രു ഞാൻ വിളിക്കാണ് പറഞ്ഞ്. അപ്പോൾ പിന്നീട് ഒരുപാട് കാസ്റ്റിംഗ് ആയി. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക കഥയുടെ നായകനായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് വിജയ് സാറുമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിനൊരു ഗുണം കിട്ടുവാണ്. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് വേണം. നിങ്ങൾ ഇതുവരെ ചെയ്ത സിനിമയിൽ ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. അത് ശരിയാണ്. അത് മുൻപ് മാനാട് ഒരു സിനിമയിൽ ഞാൻ ചോദിച്ചില്ല. അപ്പോൾ വിജയ് സാർ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര നിർബന്ധിച്ച് വാശി പിടിച്ച് ചോദിച്ച് മേടിച്ചതാണ്. പക്ഷെ ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് വളരെ ചൊരുങ്ങിപ്പോയി. അത് എഡിറ്റിങ്ങിൽ ഞാൻ പുള്ളിയെ വിജയ് സാറുമായിട്ട് ഫൈറ്റ് അറസ്റ്റ് ഞാൻ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. സ്റ്റേഡിയം സീൻസ് അതെ. ഞാൻ കേട്ടായിരുന്നു പാമ്പിന്റെ സീനിൽ രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നായിരുന്നു. പാമ്പിന്റെ പിന്നെ മലയുടെ പൊക്കത്ത് കയറിയിട്ടുള്ള സീന് അതൊക്കെ വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. മലയുടെ മുകളിലുള്ള സീൻ്റെ എന്തായിരുന്നു? ശീതല് പൊക്കിക്കൊണ്ട് പോകുമല്ലേ, കിഡ്നാപ്പ് ചെയ്ത് പോകുന്ന സമയത്തേക്ക് മല കേറിട്ട് മലയുടെ പൊക്കത്തേക്ക് എത്തുന്നില്ല. ഭയങ്കര വെയിലാണ്. വെയിലത്ത് കേറിയിരിക്കണം. പിന്നെ ഡ്രോൺ ഷോട്ട് ആയിരിക്കും. എല്ലാവരും ഒളിഞ്ഞു ഓടണം. ഇവള് മാത്രം കാണണം. ഞാൻ മാത്രമാണ് മലയുടെ പൊക്കത്ത് ഒരു മരം ഉണ്ട്. ഇവള് സാരി എടുത്ത് ഇങ്ങനെ ഇരിക്കും. പൊന്നെ നട്ടാപ്പുറ വെയില് ഒരു രക്ഷയില്ല. ഇങ്ങനെ നിൽക്കുക. എന്നിട്ടിപ്പോ മറ്റേ ഡ്രോൺ ഷോട്ട്സ് ഒക്കെ വരുമ്പോഴത്തേനും എല്ലാവരും മാറണം എന്നൊക്കെയാണല്ലോ. അപ്പം അതിനകത്തൊരു നൈറ്റ് സീൻ ആകുമ്പോഴത്തേനും ഒരു സീൻ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു താഴ്ച ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഗുഹ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പം അതിൻ്റെ സൈഡിലാണ് ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കുമായിരുന്നു. കെട്ടിയിട്ടാണ് ശീതൽ ഇങ്ങനെ ഓരോന്ന് സിറിഞ്ച് വെച്ച് കുത്താൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മോളിൽ നിന്ന് കല്ലെടുത്തിട്ട് ഇങ്ങനെ എറിയുന്ന ഒരു സീനുണ്ട്, തലക്കിട്ട് കൊള്ളുന്ന പോലെ. അപ്പം ഡയറക്ടറൊക്കെ പറഞ്ഞു അവിടെ കല്ലുണ്ട്, പക്ഷെ എറിയുമ്പോൾ നീ അവളുടെ തലക്കിൻ്റെ എറിയരുത്, സൈഡിലേക്ക് പോകുന്ന പോലെ എറിയണം എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാനിവിടുന്ന് പറഞ്ഞിട്ടേടാ നോക്കിയൊക്കെ എറിയണം കേട്ടോ, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. അന്ന് പാറക്കല്ലല്ലേ. അപ്പോൾ എടുത്തിട്ട് നൈറ്റ് സീൻ ആയിരുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു ഈവനിങ് സമയമായി, ഒരു 7-8 മണി ആ സമയമായി. ഇത് ഈ കല്ലെടുത്തിട്ട് നേരെ ഇങ്ങനെ എറിഞ്ഞപ്പോൾ നേരെ ഈ മരത്തിലേക്ക് അവിടെ ഇവിടെ കൊണ്ട് നേരെ ഈ ഗുഹയുടെ അകത്തേക്ക് കയറിപ്പോയി കല്ല്. അപ്പൊ ഞാനിവിടെ മരം, ഞാൻ ഗുഹ. ഓക്കെ, അകത്തേക്ക് കയറിപ്പോയപ്പോ കയറിയത് മാത്രം ഓർമ്മ പറഞ്ഞോണ്ട് വവ്വാലിന്റെ കൂട്ടം പറന്നിങ്ങനെ വരിക. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏഞ്ചല്, ശീതള്, ക്യാമറമാൻ എല്ലാവരും ആ പരിസരത്തേക്ക് കാണുന്നില്ല. എല്ലാവരും ഓടി. ഇവരുടെ വിചാരം ഞാൻ ഓടുന്ന, ഞാനിങ്ങനെ ഉടനെ എന്നെ കെട്ടിട്ട്. എന്തായാലും ഇപ്പൊ അത് ട്രോളുകളിൽ ആ സംഭവം എനിക്ക് അത് അധികം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ആളുകൾ. അറിഞ്ഞിട്ടില്ല, കേട്ടിട്ട് വന്നു. ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെക്കാളും കൂടുതൽ ആക്റ്റീവാണ് നിങ്ങളുടെ ഫേക്ക് പ്രൊഫൈൽസ്. അർജുൻ ദേശായിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ട്, അമൃത അർജുൻ ദേശായിക്ക്. അർജുന്റെ ലാപ്ടോപ്പിന് ഒരു പ്രൊഫൈൽ ഉണ്ട്. പിന്നെ എനിക്ക് കാളിച്ചമൂര്, കേസരി, ഇതെല്ലാത്തിനും അല്ലാതെ വേറെ സുകന്യ മോളിന് ഒരു പ്രൊഫൈൽ. ഞാൻ എന്തെങ്കിലും ഫോട്ടോ ഇട്ടാല് അച്ഛനാണ് എനിക്ക് കമന്റ്. ഞാനിത് എന്ത് പറയാനാണ് മോളെ, നീ ആര് എന്താണ് എനിക്കൊന്നും അറിയത്തില്ല മോളെ. അച്ഛനാണ് എനിക്ക് കമന്റ് ഇടുന്നത്. അതേതാ ഞാൻ അറിയാത്തൊരു സുഖന്യ. ഞാനേ അറിഞ്ഞില്ല എന്റെ അച്ഛനെ വിളിക്കുമ്പോ. ആദ്യമായിട്ട് ഒരു മലയാളം സീരിയലിൽ വന്ന് അഭിനയിക്കുന്നു, അത് തന്നെ ഇത്രയും വലിയൊരു ഹിറ്റായിട്ട് മാറുന്നു. സോ ഹൗ വാസ് ദ എൻട്രി? ഇത് ജയകുമാർ സാർ ഹോസ്പിറ്റൽസ് കൺസേൺഡ് പ്രോജക്റ്റാണിത്. അപ്പോൾ ഈ പ്രോജക്റ്റിൽ വന്നിട്ട് ഞാൻ ഇതിൻ്റെ തമിഴിൽ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് സാർ എന്നെ ആദ്യം വിളിച്ചത്. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ വേറൊരു ഹിറ്റ് സീരിയലിൽ ചെയ്തുകൊണ്ട് ചാനലിൻ്റെ ഓപ്പോസിറ്റ് ചാനലിൽ തമിഴിൽ, അപ്പോൾ ഓപ്പോസിറ്റ് ചാനലും ഇതും ആയതുകൊണ്ട് പ്രശ്നമായിപ്പോയി, ചെയ്യാൻ പാടില്ലാന്ന്. അപ്പോൾ സാറ് പിന്നീട് എന്നെ വിളിച്ച് മലയാളത്തിൽ സുബ്രുവിന് താല്പര്യമുണ്ടോ? എനിക്ക് മലയാളം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. മലയാളം അറിയായിരുന്നു ആ സമയത്ത്? ഒരു അക്ഷരം പോലും അറിയാം. എന്ത് ധൈര്യത്തിലാണ് പിന്നെ കയറി വന്നത്? എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
സുബണ്ണ വന്നപ്പോൾ ഡയലോഗ് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും വിചാരിച്ചു അയ്യോ മലയാളം അങ്ങനെ വലുതായിട്ട് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ചേ. പക്ഷെ 1 മാസം കൊണ്ട് എഴുതാനും വായിക്കാനും വരെ പഠിച്ചു എന്നുള്ളതാണ്. ഡെയിലി ചേട്ടൻ പത്രം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടെ പത്രം ഉണ്ടാവുമല്ലോ, പത്രം എടുത്തിട്ട് വായിക്കലാണ് ചേട്ടൻ്റെ ഫസ്റ്റ് പരിപാടി. മലയാളീസ് മോസ്റ്റ് ഓഫ് ദ മലയാളീസ് എല്ലാവർക്കും തമിഴ് അറിയാം, തമിഴ് മനസ്സിലാക്കും, അത് ഈസിയാണ്. തമിഴിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് കഷ്ടങ്ങളുള്ളത്. അപ്പോൾ മേഘനയുടെ ഈ ഒരു എൻട്രി എങ്ങനെയാണ്? ശരിക്കും ഒരു ബ്രേക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ആക്ച്വലി തമിഴിൽ ഒരു 100 എപ്പിസോഡിന് ശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഹിറ്റ് ആയതിനു ശേഷമാണ് ചന്ദനമഴ ജോയിൻ ചെയ്യുന്നത്. ചന്ദനമഴയുടെ തന്നെ തമിഴ് അതാണ് ഫസ്റ്റ് തുടങ്ങിയത്. അതാണ് ഫസ്റ്റ് തുടങ്ങിയത്. അപ്പം അവിടെ ഹിറ്റ് ആയതിനു ശേഷമാണ് അവിടുത്തെ തന്നെ സെയിം ക്യാരക്ടറാണ് ഇവിടെ പ്ലേ ചെയ്തത്. പക്ഷേ ഇത്രയും ഇത് ഹിറ്റാവും, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു സ്ഥാനം പിടിച്ച് പറ്റും എന്നുള്ളതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream.